ഹായ് ഫ്രണ്ട്സ്, ഞാൻ സരുൺ ജോസഫ്. ഫിഷിംഗ് ടെൻസിൻ്റെ മറ്റൊരു അടിപൊളി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പ്രിങ് ആണ്. അത് ഒത്തിരി വീഡിയോസുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും എല്ലായിടത്തും. അപ്പോൾ നമുക്ക് ഒരു വ്യക്തമായിട്ട് ഒരാൾ പറഞ്ഞ് തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറക്റ്റ് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് സ്പ്രിങ് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ വരാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാറില്ല. വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള എന്താ പറയുക വീഡിയോസുകൾ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. കാരണം ഫിഷിങ്ങിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ചാനലാണ് നമ്മുടെ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഉപകരണം, നമ്മുടെ ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയി നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ഉപകരണങ്ങളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ഞാൻ ഒരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ പൈപ്പിൻ്റെ ലാസ്റ്റ് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിനകത്ത് നമ്മൾ കമ്പി കയറ്റി നമ്മൾ ചുറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നീളത്തിൽ പൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ചെറിയൊരു പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ചെറുതാണ് ഉപയോഗിച്ച് ഞാൻ ചെറിയ മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത് നമുക്കുണ്ട് സ്ക്രൂ ഡ്രൈവർ, ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ. പിന്നെ ഇത് നമ്മുടെ നോസ് പ്ലെയറാണ്. ഒരു നോസ് പ്ലെയർ ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിംഗ് പ്ലെയറും. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കമ്പിയാണ്. അതായത് നമ്മൾ സ്പ്രിങ് ചുറ്റാൻ ഉപയോഗിക്കുന്ന കമ്പി. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കമ്പി. അത് നിങ്ങൾക്ക് എന്തുമാത്രം നീളത്തിൽ നിങ്ങൾ ചുറ്റണോ അതനുസരിച്ച് കമ്പി എടുക്കുക. പിന്നെ ഈ ഇരിക്കുന്ന ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു 17 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്ന. എന്നിട്ട് ഒരു 17 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് എടുത്തിട്ട് ഒരു മുകളിൽ നിന്ന് ഒരു 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ നോസ് പ്ലെയർ വെച്ചൊന്ന് അത് നമുക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് മുകളിലത്തെ ഒരു ഭാഗം ആക്കാൻ വേണ്ടി, അതായത് ഒരു ഹോൾ രീതിയിലാക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം. ഇതാണ് നമ്മൾ ഷാഫ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അത് സ്പ്രിങ്ങിൻ്റെ നടുക്ക് ഷാഫ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇതുപോലെ നമ്മൾ ആ സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗം നമ്മളൊരു ഷേപ്പിലാക്കി എടുക്കാം. ഇതിങ്ങനെ ആയതിന് ശേഷം നമുക്ക് അതൊന്ന് അടുപ്പിച്ച് വെക്കാം. അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ മറു സൈഡും നമുക്ക് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളുണ്ടാക്കിയ ഷാഫ്റ്റിൻ്റെ ആ ഒരു ഭാഗം, ബാക്കി എക്സ്ട്രാ ആയിട്ട് അതിന് തവിട്ട് വന്നിരിക്കുന്ന കമ്പി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ അല്ലെങ്കിൽ അടുപ്പിച്ച് വെക്കാം. അടുപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഒരു 90% പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംഭവമായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഷാഫ്റ്റിൽ നമുക്ക് നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നത് എന്താണെന്ന് അറിയേണ്ടത്, അത് നമ്മുടെ MC ഒരു അധികം ഒന്നും എടുത്തേക്കല്ല, ഒരു ശകലം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിൽ ഇട്ട് നല്ലപോലെ റൗണ്ടാക്കി എടുക്കുക. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഷാഫ്റ്റ് നിങ്ങളെ കാണിച്ചിരുന്ന ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഷാഫ്റ്റ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഷാഫ്റ്റിൽ സ്പ്രിങ് കണക്ട് ചെയ്യാനായിട്ട് സ്പ്രിങ് ഉണ്ടാക്കണം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ ഈ പൈപ്പിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കമ്പി ശക്കലകത്തോട്ട് കയറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് അടുപ്പിച്ച് ചുറ്റിയെടുക്കുക. എന്തുമാത്രം നിങ്ങളെക്കൊണ്ട് നല്ലപോലെ അങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റുന്നോ അത്രയും ചുറ്റിയെടുക്കുക. എൻ്റെ ഒരു കണക്കനുസരിച്ച് നമ്മൾ അധികം നീളത്തിൽ കമ്പി എടുത്തു കഴിഞ്ഞാൽ
ആ കമ്പി കറക്റ്റ് റൗണ്ടായിട്ട് ഇരിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്കോന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അതുകൊണ്ടൊരു ശകലം ഒരു കമ്പി എടുത്തിട്ട് ചുറ്റിയെടുക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളത് നമുക്ക് എന്തുമാത്രം ആവശ്യമാണ് നമ്മുടെ ഈ ഷാഫ്റ്റിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിങ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തുനിന്ന് ഇതങ്ങ് റിമൂവ് ചെയ്യാം. ഈ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അത്രയും സ്പ്രിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇത് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരിക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള ഒരു ഇത് വരുന്നത്. ഇനി അടുത്തായി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സ്പ്രിങ്ങിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് കറക്കിയെടുക്കാം. അതായത് ഇത്തിരി ഗ്യാപ്പാക്കി എടുക്കുക. മൊത്തം കറക്കി ചുറ്റിയെടുക്കണം. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആ സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് മാറിയിരിക്കും. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ, അതായത് നമ്മുടെ ഷാഫ്റ്റ് അതിനകത്ത് കയറത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ടിംഗ് പ്ലെയർ വെച്ച് സെൻറ്ററിലാക്കി എടുക്കാം. ഇത്രയേ കാര്യമുള്ളൂ. ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്പ്രിങ്ങാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം, നമ്മുടെ ഈ സ്പ്രിങ്ങിനകത്തോട്ട് നമുക്ക് ഷാഫ്റ്റ് ഇങ്ങനെ കണക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് ഈ ഷാഫ്റ്റ് നമുക്ക് ഈ സ്പ്രിങ്ങിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ ബെൻഡ് ചെയ്ത് സെൻട്രലാക്കി വെച്ചേക്കുന്ന ആ ഒരു ഭാഗം തോട്ട് ഇത് കണക്ട് ചെയ്തിട്ട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് നല്ലപോലെ അമർത്തി വെക്കുക. ബാക്കി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗം നമ്മൾ മടക്കി വീണ്ടും കട്ടിംഗ് പ്ലെയർ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് അത് ലോക്ക് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്യാൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് അത് ഇത്തിരി ബാക്കിലോട്ട് വലിച്ചിട്ട് മറ്റേ ഹോളിലോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ കട്ടിംഗ് പ്ലെയർ എടുത്ത് സെയിം പ്രൊസീജിയർ, അതായത് ടൈറ്റ് ചെയ്യുക, പിന്നെ ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ആ ഷാഫ്റ്റിനോട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം.
ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഉണ്ടാക്കിയ സ്പ്രിങ് എടുത്ത് നോക്കുക, അത് ചെരിഞ്ഞാണോ. ഇത് സ്ഥലം ചെരിഞ്ഞായിരിക്കും, അപ്പോൾ നമുക്കൊരു ശകലം അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെ ചെരിച്ച് സെൻറ്ററാക്കി വെച്ച പോലെ അത് ശകലം അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെൻറ്ററാക്കി ആ ഷാഫ്റ്റ് സെൻറ്ററാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് റെഡിയായി. അപ്പോൾ നമ്മുടെ സ്പ്രിങ് ഓക്കെ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്പ്രിങ്ങുകളാണിത്. സെയിം അതുപോലെ തന്നെ നമുക്ക് അധികം ചിലവൊന്നും കൂടാതെ കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ശ്രദ്ധിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫിനിഷായിട്ട് നമുക്ക് സ്പ്രിങ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും സ്പ്രിങ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കഴിയുന്നതും നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത്, അതുകൊണ്ട് മിസ്സാകാതിരിക്കുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോ വരുന്നിടം വരെ നമുക്ക് ഗുഡ് ബൈ പറയാം.